എല്ലാവർക്കും മല്ലുകുട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. റെട്രോ, തുടരും, ഗെറ്റ് സെറ്റ് ബേബി, ജിംഖാന തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് റെട്രോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യയുടെ പുതിയ സിനിമയായിരുന്നു റെട്രോ. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ റെട്രോ പെട്ടെന്ന് വാഷ് ഔട്ടായി. ഒരു ആക്ഷൻ മൂവിയാണ് റെട്രോ. ജയറാം റെട്രോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മെയ് മാസം 31 ആദ്യം റിലീസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഒരു ദിവസം ബാക്കോട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇന്ന് രാത്രി 12 മണിക്കാണ് നെറ്റ്ഫ്ലിക്സിൽ റെട്രോ സിനിമയുടെ OTT റിലീസ്. മലയാള വെർഷനും ഇന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് ഡാൻസ് പാർട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഷാൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷറഫുദ്ദീനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഡാൻസ് പാർട്ടിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്കാണ് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നിഴർക്കുട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. മലയാള നടി ദേവയാനിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഫാമിലി ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി 12 മണിക്ക് ആഹാ തമിഴിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ടൂറിസ്റ്റ് ഫാമിലി. തമിഴ് സിനിമ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 2 ടൂറിസ്റ്റ് ഫാമിലിയുടെ OTT റിലീസ്. നേരത്തെ സിനിമ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ജെറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ജെറി. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്കാണ് ജെറി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബെൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിനയ് ഫോർട്ട്, അനുമോഹനാണ് ബിഗ് ബെൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സിൽ ബിഗ് ബെൻ സിനിമ പ്രീമിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം TV റിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ OTT ഇന്ന് രാത്രി 12 മണിക്ക് സൺനെസ്റ്റിലാണ്. അടുത്തൊരു അപ്ഡേറ്റ് വാനിൽ തേടിനാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ആഹാ തമിഴിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹിറ്റ് 3 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാനി നായകനായ പുതിയൊരു സിനിമയായിരുന്നു ഹിറ്റ് 3. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഒരുപാട് പേര് ഹിറ്റ് 3ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്ന് ഹിറ്റ് 3 നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുകയാണ്. എല്ലാ ലാംഗ്വേജിലും ഇപ്പോൾ ഹിറ്റ് 3 അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കയറിയാൽ കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്കയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. സിനിമ ഈ വീക്കിൽ തന്നെ റിലീസാക്കുമെന്ന റിപ്പോർട്ട് നേരത്തെ വന്നതാണ്. സൺനെസ്റ്റാണ് ബസൂക്ക സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ബസൂക്ക ഒരു ആക്ഷൻ മൂവിയാണ്. ബസൂക്ക സിനിമ ഇന്നല്ലെങ്കിൽ നാളെ സർപ്രൈസ് ആയിട്ട് സൺനെസ്റ്റിൽ വരുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ മെയ് മാസം 25 വരുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ന് രാത്രി വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് ഗെറ്റ് സെറ്റ് ബേബിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഒരു മാസത്തോളം സിനിമ തിയേറ്ററുകളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചിരിക്കാൻ സിനിമയിലുണ്ട്. നിഖില വിമൽ, ഉണ്ണി മുകുന്ദനാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTയും മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ഗെറ്റ് സെറ്റ് ബേബി സർപ്രൈസ് ആയിട്ട് റിലീസാക്കിയേക്കും. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. തുടരും സിനിമ OTTയിലേക്ക് വരാൻ പോവുകയാണ്. മലയാളത്തിൽ അത്രയ്ക്ക് ഹിറ്റായ സിനിമയായിരുന്നു തുടരും. 200 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ശോഭനയും മോഹൻലാലുമാണ് തുടരും സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ത്രില്ലർ സിനിമയാണ് തുടരും. തരുൺ മൂർത്തി മികച്ച രീതിയിലാണ് തുടരും സിനിമ എടുത്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഒരുപാട് പേര് തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമയാണ് തുടരും. ഇന്ന് രാത്രി 12 മണിക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് തുടരും സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജിംഖാനയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്.
നസ്ലിനാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ബോക്സിങ്ങിൻ്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പോരാത്തതിന് സിനിമയിൽ ഒരുപാട് കോമഡിയും റൊമാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ജിംഖാന പെട്ടെന്ന് ഹിറ്റായി. 50 കോടിക്ക് മുകളിൽ ജിംഖാന കളക്ഷൻ നേടിയിട്ടുണ്ട്. ജൂൺ മാസം 5-ാം തീയതി സോണി ലീവിലാണ് ജിംഖാനയുടെ OTT റിലീസ്. ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഖാലിദ് റഹ്മാനാണ് ജിംഖാന സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ മാസം ഇനിയും ഒരുപാട് സിനിമകൾ റിലീസാവാനുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ് കൃത്യമായിട്ട് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.